ശാസ്ത്രീയ അഥർവ വേദപഠനം ക്ലാസ് 243. ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ഡം 6 അനുഭാഗം 10 സൂക്തം 95. ഇതിൽ ഔഷധങ്ങളുടെ പ്രാധാന്യമാണ് പറയുന്നത്. ഔഷധങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? വളരെ സൂക്ഷ്മമായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ തന്നെ ഗുളിക എന്നുള്ള പറഞ്ഞാൽ ഗുളിക വളരെ സൂക്ഷ്മമായിട്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവേഷണത്തിൽ നടത്തിയിട്ട് ഇത്തരം രാസവസ്തുക്കൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആറ്റങ്ങളെല്ലാം കൂടി ചേർന്നിട്ടുള്ള തന്മാത്രകളെ ഗവേഷണം നടത്തിയിട്ടാണ് മെഡിസിൻ ഉണ്ടാക്കുന്നത്. അതെല്ലാം ആയുർവേദമാണെങ്കിൽ ചെടികളിൻ്റെ അകത്തുണ്ട് സൂക്ഷ്മമായ നിലയിൽ ചില രാസവസ്തുക്കൾ നിൽക്കുന്നുണ്ട്. അതാണ് നമ്മളെ രക്ഷിക്കുന്നത്. ഉദാഹരണമായിട്ട് പഞ്ചസാര കരിമ്പിൽ എന്തെല്ലോ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? അതിൻ്റെ അകത്തുനിന്ന് പിഞ്ഞ് എല്ലാം എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള പഞ്ചസാര ഇങ്ങനെ എടുക്കുകയാണ്. അതുപോലെ മാങ്ങയിൽ തന്നെ എന്തെല്ലോ ഉണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് എന്തെടുക്കാം? പഞ്ചസാര വേർതിരിച്ചെടുക്കാം, ശരീരം വളർത്ത സാധനം വേർതിരിച്ചെടുക്കാം, വൈറ്റമിന് വേർതിരിച്ചെടുക്കാം. പല സൂക്ഷ്മ രൂപത്തിലാണ് ഓരോ വസ്തുവിലും കിടക്കുന്നത്. അപ്പം അതിനെപ്പറ്റിയുള്ളൊരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. നമുക്കതൊന്ന്, അതായത് എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം രാസവസ്തുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ആ രാസവസ്തുക്കൾ പല വസ്തുക്കൾ കൂടിയതാണ്. അതിൽ നിന്ന് പലതും നമുക്ക് വേർതിരിച്ച് മരുന്ന് രൂപത്തിൽ പല രോഗങ്ങൾക്കും പ്രതിവിധിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ തത്വമാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അത് തന്നെയാണ് ആധുനിക സയൻസും എല്ലാം ചെയ്യുന്നത്. പല വസ്തുക്കളും ഇപ്പം ആടലോടകത്തു നിന്നെല്ലാം തുളസീൻ്റെ അകത്തു നിന്നെല്ലാം മരുന്നുണ്ടാക്കുന്നുണ്ട്. അവരത് ഗവേഷണത്തിൽ നടത്തിയില്ല. അതിൻ്റെ അകത്ത് സൂക്ഷ്മമായിട്ട് അകത്ത് ഒളിഞ്ഞു കിടക്കുന്ന വസ്തു എന്താണെന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് വേർതിരിച്ച് ഗുളിക രൂപത്തിലെല്ലാം അവർ ഉണ്ടാക്കിയെടുക്കുന്നു. ആയുർവേദം മറ്റും തമ്മിൽ വ്യത്യാസമില്ല. ആയുർവേദം ഒരു രീതിയിൽ ഗുളിക രൂപത്തിൽ ഉണ്ടാക്കും, മറ്റൊരു കൃത്രിമമായിട്ട് വേണ്ടിക്ക് അവർക്ക് ആ ഘടനയെല്ലാം മനസ്സിലാക്കി അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതല്ലേ നമ്മളെ ചെടികളിലുള്ള റബ്ബറിന്, അത് നമ്മൾ അതിൻ്റെ ഘടനയെല്ലാം അതിനകത്ത് സൂക്ഷ്മ രൂപത്തിൽ ആ ഘടനയെല്ലാം മനസ്സിലാക്കി നമ്മൾ കൃത്രിമമായിട്ട് അതിന് സമാനമായ വസ്തുക്കൾ ഉണ്ടാക്കുന്നു. അപ്പം ആ സൂക്ഷ്മമായി നിൽക്കുന്ന മരുന്നിൻ്റെ സ്വഭാവത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 10 സൂക്തം 95. ഋഷി, ഭൃഗ്വങ്കിരസ്, ദേവത, വനസ്പതി, ഛന്ദസ്, അനുഷ്ടുപ്പ്. അശ്വദ്ധോ ദേവസദനസ്തൃതീയസ്യാമിതോ ദിവി തത്രാമൃതസ്യ ചക്ഷണം ദേവാഃ കുഷ്ടമവന്വത ഹിരണ്മയീ നൗരചരബ്ധിരണ്യബന്ധനാദിതി തത്രാമൃതസ്യ പുഷ്പം ദേവഃ കുഷ്ടമവന്വല ഗർഭോ അസ്യോഷധീനാം ഗർഭോ ഹിമവാതമുത ഗർഭോ വിശ്വസ്യ ഭൂതസ്യേമം മേ അഗതം കൃതി. ഭാവാർത്ഥം: മൂന്നാമത്തെ ഭൂലോകത്തിലെ ദേവതകളുടെ ആസനമായ അശ്വത്ഥ വൃക്ഷം നിൽക്കുന്നു. അവിടെയുള്ള ദേവഗണങ്ങൾക്ക് അമൃതകുംഭം ലഭിച്ചു. സ്വർണ നൗകയിലൂടെ സഞ്ചരിച്ച അവർക്കാണ് അമൃതകുംഭം ലഭിച്ചത്. ഈ അഗ്നിശുദ്ധമായ ഔഷധത്തിലെ ഗർഭരൂപത്തില് ഇരിക്കുക. നിങ്ങൾ ഹിമാലയ പർവ്വതത്തിലും ശീതളമായ ഔഷധങ്ങളിലും ഗർഭരൂപത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ പുരുഷന്റെ രോഗത്തെ ഇല്ലാതാക്കുക. മൂന്നാമത്തെ ലോകമായ ഭൂമിയിൽ, അതായത് ഭൂമി, സ്വർഗം, പാതാളം എന്നിവയിൽ ഭൂമിയിൽ മൂന്നാമത്തെ ലോകമായ ഭൂലോകത്തിൽ ദേവതകളുടെ ആസന്നമായ അശ്വതവൃക്ഷം നിൽക്കുന്നു. അശ്വതവൃക്ഷം എന്നത് ഒരു ചെടിയായിട്ട് കണ്ടാൽ മതി. അത്തരം പേരിൽ ഒരു ചെടി ഉണ്ടാകാം, അല്ലെങ്കിൽ അതിനെ മറ്റുള്ള എല്ലാ ചെടികളുടെയും ഒരു പ്രതിനിധിയായിട്ട് കണ്ടതായിട്ട് കാണുക. ഏത് വെറും അശ്വതവൃക്ഷത്തെ പറ്റിയൊന്നുമല്ല ഇവിടെ പറയുന്നത്, എല്ലാ മരുന്നുകളെ പറ്റിയാണ് പറയുന്നത്.
അപ്പോൾ ഒരു അശ്വത വൃക്ഷം എന്നതിൻ്റെ പേര് വെച്ചുകൊണ്ട് ഇവിടെ എല്ലാ മരുന്നുകളും എങ്ങനെയാണ് നിൽക്കുന്നത്, ഔഷധ രൂപമുള്ള വസ്തുക്കൾ എങ്ങനെയാണ് ചെടികളിൽ നിൽക്കുന്നത് എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അശ്വത വൃക്ഷം നിൽക്കുന്നു. ദേവതകളുടെ ആസനമായ, ദേവതകളുടെ ഇരിപ്പിടമാണ്. അവിടെയാണ് ദേവതകൾ, നമ്മളെ സഹായിക്കുന്ന ദേവതകൾ. അപ്പം ദേവതകൾ എന്ന് പറഞ്ഞാൽ, വേദങ്ങളിലെ ദേവതകൾ എന്ന് പറഞ്ഞാൽ കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. നമ്മളെ ആരാണ് സഹായിക്കുന്നത്? അതാണ് ദേവത. വെള്ളം ദേവതയാണ്. എന്തുകൊണ്ട്? ക്ഷീണം വരുമ്പോൾ വെള്ളം എടുത്ത് കുടിച്ചാലേ ക്ഷീണം മാറുള്ളൂ. അല്ലാതെ വെള്ളത്തിൻ്റെ ഒരു പടം ഉണ്ടാക്കി വെച്ചിട്ട് വിളക്ക് കത്തിക്ക് വെച്ചോണ്ടൊന്നും നമ്മളെ ദാഹം തീരില്ല. അപ്പം നമ്മളെ ഡയറക്റ്റായിട്ട് നമ്മളെ സഹായിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാമാണ് ദേവതകൾ. അങ്ങനെ ഈ ചെടികളുടെ അകത്ത്, നീരിൻ്റെ അകത്ത് പലതരം ദേവതകളുണ്ട്. വൈറ്റമിൻ ഒരു ദേവതയാണ്. അത് തന്നെ പലതരം വൈറ്റമിൻ ഉണ്ട്. ചില രോഗത്തിന് ചില വൈറ്റമിൻ വേണം. അപ്പോൾ അത് ഉള്ള ചെടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിറ്റമിൻ സി ഡി എന്താ വേണ്ടതെന്നെല്ലാം പറ്റാം. അതിനനുസരിച്ച് അതെല്ലാം പറയുന്നത്. മറ്റേൽ നെല്ലിക്കയിലുണ്ട്, മറ്റേൽ മാങ്ങയിലുണ്ട്, മറ്റേൽ ഇലയിലുണ്ട് എന്നെല്ലാം പറയുന്നില്ലേ. അങ്ങനെ പല ദേവതകൾ, ഇതെല്ലാം ദേവതകളാണ് നമ്മളെ രക്ഷിക്കുന്ന. അതാണ്. പിന്നെ അല്ലാതെ വൈറ്റമിൻ എന്നുള്ള ഒരു പടവും വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് രക്ഷിക്കാനൊന്നും പോകുന്നില്ല. പ്രപഞ്ചത്തിലുണ്ടായ എല്ലാ വസ്തുക്കളും ദേവതകളാണ്. അതാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതിനെ ആരാധിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ വെള്ളത്തെ ആരാധിക്കാതെ പിന്നെ ഇതിനെ ആരാധിക്കുക. കാരണം അതിൻ്റെ കഴിവ് എന്താണ്? വെള്ളത്തിൻ്റെ കഴിവ് എത്ര വലിയ ദിവ്യത്വമാണ്. ബോധം എടുപ്പോഴൊന്ന് മുഖത്ത് തെളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞെട്ടുന്നില്ലേ. വരെ ഏത് വഴിയിലൂടെയാണ് നമുക്കത് സാധിപ്പിച്ചെടുക്കുക. പക്ഷേ വെള്ളത്തിന് എടുത്ത് ഉപയോഗിക്കണം. ആ ദേവതകളെ, ഇതാണ് ദേവതകൾ. അതൊന്നും ഈശ്വരനല്ല. അതല്ല, ഈശ്വരൻ്റെ സംഭാവനയാണ് ഈ ദേവതകൾ. ദേവതകൾ നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് ആസനമായി അശ്വത്ഥ വൃക്ഷം നിൽക്കുന്നു. ദേവതകളുടെ പലതരം ദേവതകൾ നമ്മളെ സഹായിക്കാൻ വൈദ്യമനായിട്ടും എല്ലാം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അവിടെയുള്ള ദേവഗണങ്ങൾക്ക് അമൃതകുംഭം ലഭിച്ചു. അവിടെയുള്ള ദേവതഗണങ്ങൾക്ക്, അതിൻ്റെ അകത്തുള്ള ദേവഗണങ്ങൾക്കെല്ലാം എന്തുണ്ട്? അമൃതകുംഭം ലഭിച്ചിട്ടുണ്ട്. അമൃതിന് സമാനമായ വസ്തുക്കൾ അതിൻ്റെ അകത്തുണ്ട്. ഈ ചെടികളിലെല്ലാം അമൃതിന് സമാനമായ നമ്മളെ ജീവിതത്തെ, മരിക്കാൻ കിടക്കുന്നവനെ രക്ഷിക്കാൻ പറ്റിയ മരുന്നുകളെല്ലാം അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. സ്വർണ്ണ നൗകയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അമൃതകുംഭം ലഭിച്ചു. അത് സ്വർണ്ണ നൗകയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അതൊരു കവിഭാവനയിലൂടെ സംഘടിപ്പിച്ചതാണ്. സ്വർണ്ണ നൗകയിലൂടെ എന്ന് പറഞ്ഞാൽ ഈ ഔഷധങ്ങളെല്ലാം അതിൻ്റെ നീരിലൂടെ സഞ്ചരിക്കുകയാണ്. ആ ചെടികളിലൂടെ മുഴുവൻ നീരിലൂടെയാണ് അത് സഞ്ചരിക്കുന്നത്. സ്വർണ്ണ നൗകയിലൂടെ, സ്വർണ്ണ നൗക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടാൽ മതി. അങ്ങനെയുള്ള വിലയേറിയ നൗകയിലൂടെ ഈ ചെടികളിലൂടെ എല്ലാം, അത് നാരുകളിലൂടെ എല്ലാം സഞ്ചരിക്കുകയാണ്. ആ നീരിനെയാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങോട്ട് വരും. സ്വർണ്ണ നൗകയിലൂടെ നമ്മൾ നല്ല നൗകയിലൂടെ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഈ ഔഷധങ്ങൾ ആ നീരിലൂടെ സഞ്ചരിക്കുകയാണ് ദേവതകൾ. അപ്പം അവയെന്ത് വേണം? നമ്മൾ ആ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ആ സത്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കണം. അമൃതകുംഭം ലഭിച്ചു. കാരണം അത് അമൃതകുംഭമാണ്. ആ മരുന്നുകളിൽ അങ്ങനെ ഒഴുകുന്ന നീരുകളിൽ, ചെടികളിലൂടെ ഒഴുകുന്ന നീരുകളിൽ, അല്ലെങ്കിൽ അശ്വത്ഥ വൃക്ഷത്തിൻ്റെ നീരുകളിൽ അമൃതകുംഭമുണ്ട്. അങ്ങനെ ആ നീരിലൂടെ ഒഴുകുന്നുണ്ട് ആ രാസവസ്തു, അമൃതിന് സമാനമായ രാസവസ്തു, മരിക്കാൻ കിടക്കുന്നവനെ രക്ഷിക്കാനുള്ള രാസവസ്തു ആ നീരിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഔഷധികൾ എന്ത് ചെയ്യുന്നത്? മരുന്നുണ്ടാക്കാൻ ആയുർവേദം എന്ത് ചെയ്യുന്നത്? ചെടികൾ ഇടിച്ച് പിഴിഞ്ഞ് ആ നീരിനെ എടുത്തിട്ട് ആ നീരിനെ സംസ്കരിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ആ വസ്തുവിനെയാണ്, അമൃത് പോലെയുള്ള വസ്തുവിനെയാണ് നമ്മൾ സംസ്കരിച്ചെടുക്കുക. അങ്ങനെ എടുക്കണം. അതായത് കെമിസ്ട്രിയാണ് പറയുന്നത്. എല്ലാ വസ്തുക്കളെയും നീരുകളെയും എടുത്ത് അനലൈസ് ചെയ്യുക. അതിൽ പലതരം വസ്തുക്കളുണ്ട്.
അതിൽ വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, സെൻ ഉണ്ട്, ക്യൂ ഉണ്ട്, ആ ഉണ്ട്, ഇ ഉണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് പലതും ഉണ്ട്. അതെല്ലാം വേർതിരിച്ചെടുത്തിട്ട് നമുക്ക് ഓരോ രോഗത്തിന് ഉപയോഗിക്കാം. ഈ അഗ്നിശുദ്ധമായ ഔഷധത്തിൽ, അഗ്നിക്ക് സമാനമായി ശുദ്ധമായ ഔഷധത്തിൽ, അഗ്നി വളരെ ശുദ്ധമാണ്. അതേപോലെ തന്നെ ഈ വസ്തുക്കളെ ശുദ്ധമാക്കി എടുക്കുക. അപ്പോൾ അതിലുള്ള ഊർജം അഗ്നി സമാനം. അപ്പോൾ അതിൽ ഊർജമുണ്ട്. അതിനെ ശുദ്ധമാക്കിയെടുത്ത് ആ ഔഷധത്തിൽ എന്തുണ്ട്? ഊർജമുണ്ട്. ആ ഊർജം ഔഷധത്തിൽ ഗർഭരൂപത്തിൽ ഇരിക്കുകയാണ്. അതതിൻ്റെ അകത്ത് ഗർഭത്തിൽ കൊച്ചിരിക്കുന്ന വലിയൊരു ഗർഭത്തിൽ കൊച്ചൊരു മൂലക്ക് ആദ്യം ഇരിക്കുന്നതും പിന്നെ അത് വലുതായി വരും. അതുപോലെ ചെടികളുടെ നീരിൻ്റെ അകത്ത് ഗർഭരൂപത്തിലാണ് ഈ മരുന്ന് ഇരിക്കുന്നത്. അതിനെ സംസ്കരിച്ചെടുത്ത് അതിൻ്റെ അകത്തുള്ള ഊർജത്തിന് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ഹിമാലയ പർവ്വതത്തിലും ഈ ചെടികളെല്ലാം എവിടെയെല്ലാം ഉണ്ട്? ഹിമാലയ പർവ്വതത്തിലും ശീതളമായ ഔഷധങ്ങളിലും ശീതളമായ സ്ഥലങ്ങളിലുള്ള ചെടികളുടെ നീരുകളിലെല്ലാമാണ് ഗർഭരൂപത്തിലാണ് ഇരിക്കുന്നത്. ഈ അശ്വതവൃക്ഷം അവിടെ തന്നെയാണോന്ന്? ഹിമാലയത്തിലും തണുത്ത പ്രദേശങ്ങളിലും ആയിരിക്കാം അധികം വളരുന്നത്. ഇനി നിങ്ങൾ പുരുഷന്റെ രോഗത്തെ ഇല്ലാതാക്കുക. ആ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? അതിന് മാത്രമല്ല, ഇത് പൊതുവെ ജനറലായിട്ടുള്ളൊരു തത്വം പറയുകയാണ്. എല്ലാ നീരുകളിലും ഔഷധ ഗുണമുണ്ട്. അതിനെ സംസ്കരിച്ച് ശുദ്ധമാക്കിയെടുത്ത് നമ്മൾ പുരുഷന്മാരുടെ രോഗങ്ങൾക്ക്, പുരുഷന്മാരെന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് ഉറക്കം കൊടുക്കാനൊന്നും ധരിച്ചു പോകരുത്. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം. പട്ടികൾക്കും പൂച്ചകൾക്കും എല്ലാം മരുന്നായിട്ട് ഉപയോഗിക്കാം. ഇവിടെ പറയുന്ന വാക്കിൽ കയറി പിടിച്ചേക്കരുത്. അവരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കെന്ത് പറ്റും? രോഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടുവാൻ പറ്റും. ഇവിടെ പൊതുവെ സംസ്കരിച്ചെടുക്കേണ്ടതിനെ പറ്റിയും പിന്നെ ഒരു അശ്വത വൃക്ഷത്തെ പറ്റി എല്ലാം പറയുകയാണ്. അശ്വത വൃക്ഷത്തിന് വലിയ അമൃതത്വം ഗുണമുള്ള ഔഷധങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നെല്ലാം പറയുകയാണ്.